Good morning. Welcome to my channel Nursing Corner Ideas and Tips. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സിൽ ഓട്ടിസ്റ്റിക് ഡിസോർഡേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഫസ്റ്റ് നമുക്ക് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഓട്ടിസം ഈസ് എ പെർവാസീവ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ characterized by withdrawal of child into self, abnormalities in communication, socialization, and by restricted repetitive activities. Means it is a pervasive developmental disorder. That is വ്യാപകരമായ ഒരു ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണ്. Characterized by withdrawal of child into self, abnormalities in communication, socialization, and by restricted repetitive activities. Means കുട്ടിയുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരു അബ്നോർമാലിറ്റീസ് ഉണ്ട്, കുട്ടിയുടെ സോഷ്യലൈസേഷൻ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ട്, ആൻഡ് റെസ്ട്രിക്റ്റ് റിപ്പീറ്റേറ്റീവ് ആക്ടിവിറ്റീസ് മീൻസ് ചുരുക്കം ചില ആക്ടിവിറ്റീസ് മാത്രമേ കുട്ടി ചെയ്യുള്ളൂ, പക്ഷേ അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യും. ആൻഡ് വിഡ്രോവൽ മീൻസ് കുട്ടി എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ഇതൊക്കെയാണ് കുട്ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് നമുക്ക് എപ്പിഡെമിയോളജി അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേറ്റ് ഓഫ് ഓട്ടിസം നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രിവാലൻസ് 4 to 5 child per 1000 population. മീൻസ് 1000 പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ 4-5 കുട്ടികൾക്ക് ഓട്ടിസം വരാനുള്ള ചാൻസ് ഉണ്ട്. 3 to 4 times കോമൺ ഇൻ മെയിൽസ്. 3 മുതൽ 4% വരെ കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് കാണുന്നത് ഫീമെയിൽസിനേക്കാളും മെയിൽസിനാണ്. ദെൻ ഏജ് ഓഫ് ഓൺസെറ്റ് ബിഫോർ 2.5 years, റെയർലി ഇൻ ലേറ്റർ ചൈൽഡ്ഹുഡ്. ഓൺസെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2.5 വയസ്സിന് മുന്നേ ആയിരിക്കും. ലേറ്റർ ചൈൽഡ്ഹുഡിൽ വളരെ റെയറായിട്ടാണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് നോക്കാം. ദർ ആർ 2 types of autism, infantile autism and childhood autism. In infantile autism has onset before the age of 2.5 years. Means 2.5 yearsന് മുന്നേ ആണ് കുട്ടിക്ക് ഓട്ടിസത്തിൻ്റെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മളതിനെ ഇൻഫാൻറ്റൽ ഓട്ടിസം എന്നും, ലേറ്റ് ചൈൽഡ്ഹുഡിലാണ് ഓട്ടിസത്തിൻ്റെ സിംറ്റംസ് കാണിക്കണമെങ്കിൽ അത് ചൈൽഡ്ഹുഡ് ഓട്ടിസം എന്നും പറയുന്നു. ഈ ലേറ്റ് ചൈൽഡ്ഹുഡിൻ്റെ ഓൺസെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2.5 yearsന് ശേഷമായിരിക്കും. നെക്സ്റ്റ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് 1 by 1 നോക്കാം. ഫസ്റ്റ് ഈസ് ഇൻഫാൻറ്റൽ ഓട്ടിസത്തിന് പ്രധാനമായും കാണുന്ന ഒരു ട്രയാഡ് ഉണ്ട്, കെന്നസ് ഓട്ടിസ്റ്റിക് ട്രയാഡ്. ഫോർ ദിസ് ട്രയാഡ് ദർ ഇസ് 3 ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് ഓട്ടിസ്റ്റിക് അലൂഫ്നെസ്. മീൻസ് കുട്ടി എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയി നിൽക്കും. നെക്സ്റ്റ് ഈസ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡർ. ഓൾറെഡി നമ്മൾ പ്രീവിയസ് സ്ലൈഡ്സിൽ കണ്ടു കഴിഞ്ഞു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ്. ലാസ്റ്റ് വൺ ഈസ് ഒബ്സസീവ് ഡിസോർഡർ ഫോർ സെയിംനെസ്. മീൻസ് കുട്ടി യൂണിഫോമിറ്റിയാണ് ആഗ്രഹിക്കുന്നത്, എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. ഈ 3 ഫീച്ചേഴ്സിനെയും കൂടെ ചേർത്താണ് നമ്മൾ കെന്നസ് ഓട്ടിസ്റ്റിക് ട്രയാഡ്സ് എന്ന് പറയുന്നത്. നമുക്കിനി കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇമ്പയർഡ് സോഷ്യൽ ആൻഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. സോഷ്യൽ റിലേഷൻഷിപ്പും ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പും കുട്ടിക്ക് ഇമ്പയർഡ് ആയിരിക്കും. അത് കാരണം ഉണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പുവർ ഐ കോണ്ടാക്ട് ആൻഡ് ലാക്ക് ഓഫ് സോഷ്യൽ സ്മൈൽ. മീൻസ് കുട്ടി ഐ ടു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, സോഷ്യൽ സ്മൈൽ ഇല്ല. നെക്സ്റ്റ് വൺ ഈസ് ആബ്സെൻസ് ഓഫ് സോഷ്യൽ പ്ലേ. മീൻസ് കുട്ടി മറ്റു കുട്ടികളുടെ കൂടെ ചേർന്ന് കളിക്കുന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് ചൈൽഡ് വിൽ ബി അലൂഫ് ആൻഡ് നോട്ട് അവെയർ ഓഫ് അതേഴ്സ്. ദാറ്റ് ഈസ് കുട്ടി മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നുമില്ല, കുട്ടി എപ്പോഴും ഡിറ്റാച്ച്ഡ് ആയി പോയിരിക്കും. നെക്സ്റ്റ് ഈസ് നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് ഫീലിങ്സ്. മറ്റുള്ളവരുടെ ഫീലിങ്സ് കുട്ടിക്ക് അണ്ടർസ്റ്റാൻഡ് ആകില്ല. നെക്സ്റ്റ് ഈസ് നോ ഫിയർ ഈവൻ ഇൻ ഡേഞ്ചർ സിറ്റുവേഷൻ. മീൻസ് കുട്ടി ഒരു ഡേഞ്ചർ സിറ്റുവേഷൻസിലായാൽ പോലും കുട്ടിക്ക് പേടിയുണ്ടാവില്ല. ആൻഡ് അറ്റ് ലാസ്റ്റ് ഇൻഎബിലിറ്റി ഇൻ മേക്കിംഗ് ഫ്രണ്ട്സ്. കുട്ടിക്ക് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ദെൻ സെക്കൻഡ് മെയിൻ ഫീച്ചർ ഈസ് ഇമ്പയർമെൻറ്റ് ഇൻ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇൻ ദാറ്റ് ദർ ഇസ് 3 ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് സ്പീച്ച് ആൻഡ് സോഷ്യൽ എക്സ്പ്രഷൻ. കുട്ടിയുടെ സംസാരം കുറവായിരിക്കും, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് വൺ ഈസ് ഡിലേഡ് സ്പീച്ച് ഓർ ആബ്സെൻസ് ഓഫ് സ്പീച്ച്. മീൻസ് ഒന്നുകിൽ സംസാരം ഡിലേഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ നോ റെസ്പോൺസ് ആയിരിക്കും. ലാസ്റ്റ് വൺ ഈസ് ഇഫ് സ്പീച്ച് ഈസ് പ്രസൻറ്റ് സ്റ്റീരിയോടൈപ്ഡ് സ്പീച്ച്. മേ ബി സ്പീച്ച് ഉണ്ടെങ്കിൽ പോലും സ്റ്റീരിയോടൈപ്ഡ് ആയിരിക്കും, ദാറ്റ് ഈസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോക്കായിരിക്കും കുട്ടി സംസാരിക്കുക. കമ്മ്യൂണിക്കേഷൻസിനകത്ത് ഇത്രയാണ് വരുന്നത്. തേർഡ് വൺ ഈസ് അബ്നോർമൽ ബിഹേവിയറൽ പാറ്റേൺ. ദാറ്റ് ഫസ്റ്റ് പോയിന്റ് ഈസ് stereotyped behavior. Stereotyped means repeated behavior.
Second one is mannerism. That means child is using habitual gestures. Means unwanted body movements. Okay, ഇതിന് മാനറിസത്തിനകത്ത് വരും. നെക്സ്റ്റ് വൺ ഈസ് അറ്റാച്ച്മെൻറ്റ് ടു ഓബ്ജക്റ്റ്. ദാറ്റ് മീൻസ് കുട്ടി റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളോടുള്ള കുട്ടിയുടെ അറ്റാച്ച്മെൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഹൈപ്പർ കൈനസിസ്. ദാറ്റ് മീൻസ് hyper activity of the child. Next point is routine will become an obsession and minor change itself make child irritable. Means regular അല്ലാത്ത ഏതെങ്കിലും മൈനർ ചേഞ്ചസ് പോലും കുട്ടിയെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ് ഈസ് അബ്നോർമാലിറ്റി ഇൻ ഫുഡ് പാറ്റേൺ. ഫുഡ് പാറ്റേണിൽ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻക്രീസ്ഡ് പെയിൻ ത്രെഷോൾഡ്. ദാറ്റ് മീൻസ് വേദന സഹിക്കാനുള്ള കഴിവ് കുട്ടിക്ക് കൂടും. നെക്സ്റ്റ് വൺ ഈസ് മോർ ദാൻ 50 to 75% of these children have mental retardation of varying degrees. ദാറ്റ് മീൻസ് ഓട്ടിസം ഉള്ള കുട്ടികളിൽ 50 മുതൽ 75% വരെയുള്ള കുട്ടികൾക്ക് മെൻ്റൽ റിട്ടാർഡേഷൻ്റെ പല ഡിഗ്രീസിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഇഡിയറ്റ് സേവൻ സിൻഡ്രോം. മീൻസ് അബ്നോർമൽ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ പോലും കുട്ടിക്ക് കാൽക്കുലേറ്റിംഗ് എബിലിറ്റി, മ്യൂസിക്കൽ എബിലിറ്റിയൊക്കെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഇഡിയറ്റ് സേവൻ സിൻഡ്രോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ദെയർ ഇസ് നോ ഹാലൂസിനേഷൻ, ഡെലൂഷൻ ഓർ ലൂസണിങ് ഓഫ് അസോസിയേഷൻ ആസ് ഇൻ സ്കീസോഫ്രീനിയ. ദാറ്റ് മീൻസ് സ്കീസോഫ്രീനിയയിൽ കണ്ടുവരുന്ന ലൂസണിങ് ഓഫ് അസോസിയേഷൻ, ഹാലൂസിനേഷൻ ആൻഡ് ഡെലൂഷൻസ് ഒന്നും ഈ കുട്ടികൾക്ക് ഉണ്ടാവില്ല. ദീസ് ആർ ഓൾ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഓട്ടിസം. Next, we are going to study the etiological factors of autism. Most of the etiological factors is the same as mental retardation. Some changes are there. They are in genetic factors. Siblings show prevalence of 2% of biochemical factors. Biochemical factors 2% siblingsിലാണ് prevalence കൂടുതലായിട്ട് കണ്ടുവരുന്നത്. And elevated serotonin level in brain. സെറട്ടോണിൻ്റെ അളവ് ബ്രെയിനിൽ കൂടുമ്പോഴും ഓട്ടിസം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് ഓട്ടിസത്തിൻ്റെ പ്രോഗ്നോസിസ് നോക്കാം. മീൻസ് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് എപ്പോൾ കിട്ടും എന്ന് നോക്കാം. 10 to 20% of autistic children start to improve by the age of 4 to 6 years and attend special in ordinary schools. 100% ഓട്ടിസ്റ്റിക് കുട്ടികളെ എടുത്താൽ അതിൽ 10 to 20% കുട്ടികൾക്ക് 4 to 6 years ആകുമ്പോഴത്തേക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അവരെ നമുക്ക് സ്പെഷ്യൽ ഓർഡിനറി സ്കൂളിൽ തന്നെ വിടാൻ സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് ഈസ് 10 to 20% ലീവ് അറ്റ് ഹോം ആൻഡ് മേ അറ്റൻഡ് സ്പെഷ്യൽ സ്കൂൾ ഓർ ട്രെയിനിങ് സെൻറ്റേഴ്സ്. ദാറ്റ് മീൻസ് അടുത്തൊരു 10 to 20% കുട്ടികൾക്കും വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യാം. പിന്നെ അവരെ നമുക്ക് സ്പെഷ്യൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ സ്കൂൾസിലും വിടാം. Balance 60% of them are unable to lead independent life and need long-term residential care. Means 60% കുട്ടികൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവരെ വീട്ടിൽ വെച്ച് നമ്മൾ ലൈഫ് ലോങ് റെസിഡൻഷ്യൽ കെയർ കൊടുക്കേണ്ട ആവശ്യകത ഉണ്ട്. നെക്സ്റ്റ് ഈസ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസ്. ഡയഗ്നോസിസ് ഈസ് ഡൺ ബൈ ദ ഏജ് ഓഫ് 3 years. 3 years ആകുമ്പോൾ നമുക്ക് കൺഫേം ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഹിസ്റ്ററി കളക്ഷൻ. ദെൻ ഡു ടെസ്റ്റ് ഫോർ ജനറ്റിക് ആൻഡ് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്. ജനറ്റിക് പ്രോബ്ലംസും ന്യൂറോളജിക്കൽ പ്രോബ്ലംസും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റുകൾ ചെയ്യുക. ലാസ്റ്റ് വൺ ഈസ് ഡെവലപ്മെൻറ്റൽ സ്ക്രീനിങ് ടു റിവീൽ ഓട്ടിസ്റ്റിക് ബിഹേവിയർ. ഓട്ടിസ്റ്റിക് ബിഹേവിയർ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഡെവലപ്മെൻറ്റൽ സ്ക്രീനിങ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഈസ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓട്ടിസം. There are 3 treatment modalities. First one is pharmacotherapy, second one is behavioral therapy, last one is education and counseling. In that first one is pharmacotherapy. In that main drug of choice is haloperidol, risperidone. Haloperidol that decreases the dopamine level and to reduce hyperactivity, and for risperidone is used for children of above 5 years. Next is behavioral therapy. For behavioral modification, we have to follow the regular routine in home situation and make arrangement for structured classroom for training. Next one is teach self-care skills to the child and also give speech therapy and social skill training. And last one is education and counseling to the parents for adaptation to the situation and for the care of child.
Next is nursing management. In that first point is individual approaches in all aspect of care. Individual care വേണം കൊടുക്കാൻ കുട്ടിക്ക്. Second one is ensure safety by constant observation. Means regular observation ആവശ്യമാണ്. Third one is anticipate and meet the needs without delay. Means കുട്ടിയുടെ ആവശ്യങ്ങൾ താമസിക്കാതെ തന്നെ ചെയ്തു കൊടുക്കുക. Fourth one is positive reinforcement. മീൻസ് കമ്മ്യൂണിക്കേഷൻ, സെൽഫ് കെയർ ഒക്കെ കാര്യങ്ങൾക്കും കുട്ടിയെ പ്രൊമോട്ട് ചെയ്യുക. ഫിഫ്ത്ത് വൺ ഈസ് സ്പീച്ച് തെറാപ്പി. കുട്ടിയുടെ സ്പീച്ച് മോഡിഫിക്കേഷനായി സ്പീച്ച് തെറാപ്പി കൊടുക്കുക. ലാസ്റ്റ് വൺ ഈസ് സപ്പോർട്ടീവ് സർവീസ് ടു ദ പാരൻസ് ആൻഡ് മോട്ടിവേഷൻ. പാരൻസിനെ മോട്ടിവേറ്റ് ചെയ്യുക, അതിലൂടെ കുട്ടിക്ക് നല്ല കെയറും കിട്ടുവാൻ ചാൻസ് ഉണ്ട്. ഓട്ടിസം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഓൾ. If you like my video, like it, share and subscribe. Thank you.